ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എൻ്റെ ഒരു ഈവനിങ് റുട്ടീൻ കാണിച്ചു തരാമേ. ഞാൻ വിളക്ക് കത്തിക്കാൻ പോവുക. ചില ദിവസം ഞാനാ വിളക്ക് കത്തിക്കാറ് വീട്ടിൽ. വാ, നമുക്ക് ഒരുമിച്ച് പൂ പറിക്കാം. എൻ്റെ വീട്ടിൽ കുറച്ച് പൂക്കളുണ്ട് കേട്ടോ, അതാണ് ഞാൻ ദൈവത്തിന് വെക്കാറ്. പിന്നെ തുളസിക്കതിരും വെക്കും. വൈകുന്നേരം എനിക്ക് പൂ പറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പുറത്ത് നല്ല കാറ്റാണേ. പൂവൊക്കെ ദൈവത്തിന് വെച്ചിട്ട് വിളക്ക് കത്തിക്കാൻ പോവുക. നിങ്ങളുടെ വീട്ടിൽ ചന്ദനക്കട്ട കത്തിക്കാറുണ്ടോ? ഇവിടെ കത്തിക്കും കേട്ടോ, നല്ല മണവാ. ഇതാണ് എൻ്റെ കണ്ണൻ. ഞാൻ എന്തുണ്ടെങ്കിലും എൻ്റെ കണ്ണൻ്റെ കൂടെ ഞാൻ പ്രാർത്ഥിക്കാറ്. പരീക്ഷയ്ക്കാണെങ്കിൽ ഞാൻ എപ്പോഴും കണ്ണനെ സോപ്പിടാറുണ്ട്. ഈ കുഞ്ഞിക്കണ്ണനെ ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. എൻ്റെ അമ്മയ്ക്ക് കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാം. ഇപ്രാവശ്യം കരിക്കര അമ്പലത്തിലാണ് ഞങ്ങൾ പോകുന്നത്. എൻ്റെ അമ്മാമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തി. ഞാനവിടെ മെയിനായിട്ട് പോകുന്നത് കുളത്തിൽ കളിക്കാനും മണ്ണിലൊക്കെ കളിക്കാനാണ് കേട്ടോ. ഇവിടുത്തെ കുളത്തിൽ ഒരുപാട് മീനുണ്ട്. അവിടെ മണ്ണിൽ കുറേ കളിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി എങ്ങോട്ടാന്നല്ലേ? ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ പോവാ. ഇപ്രാവശ്യം പക്ഷേ നോൺ വെജാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഞങ്ങൾ ക്യാപിറ്റൽ മന്തി ഹൗസിലാണ് വന്നത്. മെനുവൊക്കെ നോക്കി ഞങ്ങൾ അവസാനം ഓർഡർ ചെയ്തത് അൽഫാം മന്തിയാണ്. അടിപൊളി ആംബിയൻസ് ആണ് ഗൈസ് അവിടെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് എത്തിയല്ലോ. ഏതാ വലിയ പീസ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. മന്തി ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പ്ലേറ്റ് കാലിയായി. യമ്മി ഫുഡായിരുന്നു. ഫുഡ് കഴിച്ചാൽ ഞാൻ അവിടെ നിന്ന് മസ്റ്റായിട്ട് സ്വീറ്റ്സ് വെച്ച് കഴിക്കാറുണ്ട്. ബ്രൗണി ലാവാ കേക്കാണ് ഞാൻ വാങ്ങിയത്. എൻ്റെ അനിയത്തി ചെറുതായിട്ടൊന്ന് പിണങ്ങി നിൽക്കുക. ഡോണറ്റ് വേണമെന്ന് പറഞ്ഞ് ലാസ്റ്റ് കേക്ക് തന്നെ വാങ്ങി. അങ്ങനെ ഒരു കേക്കും കഴിച്ച് അടിപൊളി ചായയും കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.